ഒരൊറ്റ കാര്യം മാത്രം പറയാനാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റ് വന്നതിന് ശേഷം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വന്നേക്കുന്നത് നമ്മുടെ വീര്യം കുറഞ്ഞ മദ്യം എന്ന ഹെഡിൽ ഒരു നികുതി നിശ്ചയിച്ചു. ആ നികുതി നിശ്ചയിച്ചതോടുകൂടി കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള അവസരം വരും. വലിയ തോതിൽ മദ്യത്തിൻ്റെ വ്യാപനം വരുന്ന ഒരു കേസാണിത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഇത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇത് സംബന്ധിച്ച് വലിയ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഫയലുകൾ വന്നിരുന്നു, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഇത്തരമൊരു ആവശ്യം വന്നിരുന്നു, അസംബ്ലിയിൽ ചില ചോദ്യങ്ങൾ വന്നിരുന്നു, ഇങ്ങനെയൊക്കെ വന്നിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് കേരളത്തിൽ ഹോട്ടി വൈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ റേറ്റ് നിശ്ചയിച്ചൊഴിച്ചാൽ സർക്കാർ നികുതി നയമെന്ന നിലയിൽ, അബ്കാരി നയമെന്ന നിലയിൽ, ലോ ആൽക്കഹോളിക് ഡ്രിങ്ക് എന്ന നിലയിൽ ഇപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും വിൽക്കുന്ന റെഡി ടു ഡ്രിങ്ക് മദ്യം നൽകാനായിട്ടുള്ള നികുതി നിശ്ചയിച്ചതേ ഇല്ല. അങ്ങനെ നികുതി നിശ്ചയിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിലവിൽ അങ്ങനെയുള്ള മദ്യം ഉണ്ടെങ്കിൽ ആ മദ്യം വിൽക്കാൻ പറ്റും എന്നുള്ളതിന് തർക്കമില്ല. കേരളത്തിൽ വിൽക്കണമെങ്കിൽ നിലവിലുള്ള 251% പലിശ, 251% എക്സൈസ് റേറ്റ് കൊടുത്താൽ മാത്രമേ പറ്റൂ, ടാക്സ് കൊടുത്താലേ പറ്റൂ. അല്ലാതെ ആ ലോ ആൽക്കഹോളിക് ആയിട്ടുള്ള മദ്യം കേരളത്തിൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. 251% കൊടുക്കണം. അന്ന് ഇതിന് അനുകൂലമായ വാദം വന്നത് ടൂറിസത്തിനെ സഹായിക്കാനുള്ളതാണ്, ടൂറിസം മേഖലയ്ക്ക് പറ്റുന്നതാണെന്നൊക്കെയുള്ള വാദം വന്നിരുന്നു. സ്വാഭാവികം നിങ്ങൾക്കറിയാം, ഈ ഒരു കാര്യം ധനകാര്യമന്ത്രി എന്ന നിലയിലാണ്, നികുതിയുടെ വകുപ്പുകൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ ടാക്സ് നിശ്ചയിക്കാനുള്ള നിർബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വന്നിരുന്നു. പല ആളുകൾ ആവശ്യപ്പെടും എന്നുള്ളതിനൊന്നും തർക്കമില്ല. ഈ അസംബ്ലി ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മതി. അതൊക്കെ ചില കമ്പനികളുടെ പേര് പറഞ്ഞ തന്നെ ചോദ്യങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ് അനുവദിക്കാതിരുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. ഒരു ആർഗ്യുമെൻ്റ് അതിന് അനുകൂലമായി പറഞ്ഞിരുന്ന ആളുകൾ പറഞ്ഞത് ഇത് ടൂറിസത്തെ സഹായിക്കും, പുതിയ ഒരു സെക്ഷനെ ഉണ്ടാക്കും മദ്യപിക്കുന്ന. കാരണം വലിയ മദ്യമല്ല, അതായത് കട്ടി മദ്യമല്ല കുടിക്കുന്നത്, ലഹരി കുറഞ്ഞതാണ്. അപ്പോൾ പുതിയൊരു സെറ്റ് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുള്ളൂ. ഒരു ന്യൂ മാർക്കറ്റ് വിൽ ബി ക്രിയേറ്റഡ്. അപ്പോൾ അവർ പറഞ്ഞത്, സാർ ഇതൊരു കാര്യം വന്നാൽ, ചർച്ചകളുടെ ഭാഗമായിട്ട് വരുമ്പോൾ ഇങ്ങനൊരു കാര്യം വന്നാൽ ദിസ് ക്യാൻ ഗ്രാജുവേറ്റ് പീപ്പിൾ ടു പെർമനൻറ്റ് ഡ്രിങ്കേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറുതായിട്ട് കുടിക്കും. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആശങ്ക എന്താ? 500-600 കോടി രൂപ ചിലപ്പോൾ വരുമാനം അധികം കിട്ടും. അത് വരുമാനം വർദ്ധിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണെന്ന് ഗവൺമെൻറ് പറയുമ്പോൾ വേണമെങ്കിൽ വരുമാനമാണ് കിട്ടും. നിലവിലുള്ള ടാക്സ് 251 നിന്ന് കുറഞ്ഞു കഴിഞ്ഞാലുള്ള വരുമാന നഷ്ടം വന്നേക്കാം എന്നുള്ള ഒരു ഭാഗം പറയുമ്പോൾ തന്നെ അതല്ല, പുതിയൊരു സെറ്റാണ്. നിലവിൽ കുടിക്കുന്ന ആളുകൾ ഈ ലഹരി കുറഞ്ഞതല്ല കുടിക്കുക, ഇതൊരു പുതിയ സെക്ഷൻ വരും. അപ്പോൾ ഇതുവരെ കുടിക്കാത്ത ആളുകൾ കുടിക്കും. റെഡി ടു ഡ്രിങ്ക് ആകുമ്പോഴുള്ള പ്രത്യേകത, കുപ്പി മേടിച്ച് അതിനകത്ത് വെള്ളം ചേർത്ത് ലൈറ്റാക്കി കുടിക്കേണ്ട കാര്യമില്ല. റെഡി ആയിട്ടുള്ള കൊക്കക്കോളയുടെയോ മറ്റേ പെപ്സി കോളയുടെയോ അല്ലെങ്കിൽ ഫാൻറ്റയുടെയോ ഒക്കെ കാനി കിട്ടുന്ന പോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇത്തരം മദ്യത്തിന് ചില ഫ്ലേവറുകളും ചേർത്തിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് പോലെ ഒരു ബിവറേജസ് എന്ന നിലയിൽ കുടിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ റെഡി ടു ഡ്രിങ്ക് എന്ന നിലയിൽ കൈ വെച്ചിട്ട് കുടിക്കുന്ന സ്ഥിതി വരും. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി വ്യാപിക്കുമ്പോൾ ആ മാർക്കറ്റ് വലുതാവും, നമുക്ക് വരുമാനം കിട്ടും. അതിൻ്റെ മറുവശം എന്താ? നെഗറ്റീവായ വശം, ഇതുവരെ കുടിക്കാത്ത ആളുകൾ ഒരു സോഷ്യൽ ഡ്രിങ്കിങ്ങിന് ഇതിന് ലൈസൻസ് കൊടുക്കുന്ന പോലെയാണ്. ഇവിടെ ഇരിക്കുന്നു, ഇതിനകത്ത് എനർജി ഡ്രിങ്ക് പോലെ എന്നൊക്കെ വേണേൽ ആദ്യം പറഞ്ഞ് ഇതെടുത്ത് കുടിച്ച് ആ ഒരു ശീലത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ കുടിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലേക്ക് പിന്നെത്താം. ഇതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്, ഒരു സംശയം വേണ്ട. അത് നിങ്ങൾ ആ അസംബ്ലി ക്വസ്റ്റ്യൻ എൻ്റെ തന്നെ പഴയ ചോദ്യങ്ങളെ ഉണ്ട്. അസംബ്ലി ചോദ്യം ചോദിച്ച് നിങ്ങൾ കണ്ടു കാണും. മാത്യു കുഴൽനാടൻ്റെ ചോദ്യമുണ്ട്, അൻവർ സാദത്തിൻ്റെ ചോദ്യമുണ്ട്, എക്സൈസ് മിനിസ്റ്റർ അടുത്ത് ചോദിച്ചേക്കുന്ന മറ്റുള്ള ആളുകളുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ധനകാര്യ വകുപ്പ് ചോദ്യമുണ്ട്. അന്ന് ഞങ്ങളിങ്ങനെ ഒരു റേറ്റ് ഉണ്ടോ, എന്താണ് തീരുമാനിക്കാത്ത, എന്താ നടപടിക്രമമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് പരിശോധിക്കുന്നതേ ഉള്ളൂ എന്നുള്ള സമീപനം ഞങ്ങൾ എടുത്തു. പരിശോധിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയിച്ചാൽ അപ്പോൾ വിൽക്കാൻ പറ്റും, നിശ്ചയിച്ചേ ഇല്ല. അങ്ങനൊരു മദ്യത്തിൽ നിന്ന് കിട്ടുന്ന 500-600 കോടി, അല്ലെങ്കിൽ പിന്നീട് 1000-2000 കോടിയുടെ ഒരു സെഗ്മെൻ്റായിട്ട് വന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന പണം വന്നാൽ നമ്മുടെ കൊച്ചുകുട്ടികളും നമ്മുടെ ഇതുവരെ കുടിക്കാത്ത ആളുകൾ കുടിക്കുന്നൊരു ശീലം എന്ന നിലയിലേക്ക് വരണ്ട എന്നൊരു തീരുമാനം ഞങ്ങൾ ആലോചിച്ചെടുത്തതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് കൊടുക്കാഞ്ഞത്. അതിപ്പോൾ വന്നു, ഈ നികുതിക്കകത്ത് അത് വന്നു. ആ നികുതിക്കകത്ത് വന്നാൽ അതിനകത്ത് ശക്തമായ എതിർപ്പ് ഇപ്പോൾ ഉണ്ടല്ലോ.
മന്ത്രിസഭയ്ക്കകത്ത് തന്നെ ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഒരു നയമെന്ന നിലയിൽ അവർ അറിഞ്ഞില്ല എന്ന് പറയുന്നു. VM സുധീരനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നയപരമായ വ്യത്യാസം പറയുന്നു. മദ്യത്തിൻ്റെ വ്യാപനത്തിനെതിരെ എപ്പോഴും പറയുന്ന ചില മതസംഘടനാ നേതാക്കന്മാരുടെ അഭിപ്രായം വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇത് അപകടകരമായ ഒരു കാര്യമാണെന്ന് മനസ്സിലായി. ഇത് നടപ്പിലാക്കി തുടങ്ങിയില്ലല്ലോ. തുടങ്ങാൻ ഈ റേറ്റ് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ മാർക്കറ്റിൽ വരും. ഇത് നടപ്പിലാക്കേണ്ട ഈ തീരുമാനം പിൻവലിക്കാനാണ് ഗവൺമെൻറ് തയ്യാറാവേണ്ടത്. ഇപ്പോൾ ചർച്ചകൾ വരുന്നതേ ഉള്ളൂ. നടപ്പിലാക്കി ഇത് പാസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ സാധനം വരും. നിങ്ങൾക്ക് ഈ ബ്രാൻഡുകളൊക്കെ അന്വേഷിച്ചാൽ മതി. മറ്റ് സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് വിൽക്കുന്നതെന്നറിയാം. ആ ബ്രാൻഡ് അതേപോലെ ഇവിടെ വരും, അല്ലെങ്കിൽ അത്തരം ബ്രാൻഡുകൾ വരും. അത് നടക്കരുത്, അത് പിൻവലിക്കണം. അല്ലെങ്കിൽ ഇത് വലിയ തോതിൽ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നൊരവസ്ഥയിലേക്ക് വരും. മയക്കുമരുന്നിനെതിരെയുള്ള വലിയ ശക്തമായ ഫൈറ്റൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റ് നടത്തുന്നൊരു സ്റ്റേറ്റ്, ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ അപകടം അറിയാവുന്നൊരു സ്റ്റേറ്റ് എന്ന നിലയിൽ അത് പരമാവധി നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ വേണം. അത് പറയാനാണ് വിളിച്ചത്. ഇത് ഇപ്പോഴും ശരിയാക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്തൊരു ഈഗോയുടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് നാടിൻ്റെ ഒരു പൊതുപ്രശ്നമാണ്. ആ തരത്തിൽ തീരുമാനമെടുക്കാൻ തയ്യാറാകണം. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മറ്റു കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഈ ചർച്ചകളിലുമൊക്കെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അധികം പരാമർശം വന്നിട്ടില്ല. മറുപടി പറയുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ ധനകാര്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഇങ്ങനൊരു തെറ്റായ കാര്യം നടപ്പിലാക്കുന്നത് നല്ലതല്ല. അത് നമുക്ക് നടപ്പിലാക്കേണ്ട, പിൻവലിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോകണമെന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. ഇത് വന്നിട്ട് നമ്മൾ അംഗീകരിക്കാതിരുന്നാണ് പുതിയൊരു ബ്രാൻഡ് എന്ന നിലയിൽ പുതിയൊരു മേഖലയിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടാം എന്നുള്ളത്. വരുമാനം മാത്രമല്ല, വരുമാനം കിട്ടാമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. വരുമാനം മാത്രമല്ല പ്രശ്നം, എങ്ങനെയാണ്, ഏത് മേഖലയാണ് ബാധിക്കുന്നതെന്നുള്ള പ്രശ്നമാണ്. ആ വ്യാപനം ഒഴിവാക്കാൻ വേണ്ടി തന്നെ സമീപനം നമ്മൾ എടുത്തിരുന്നതാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സമയത്ത് ഞങ്ങൾ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള ഹോട്ടി വൈൻ്റെ മാത്രമാണ് അംഗീകരിച്ചത്. അതിന് തന്നെ റേറ്റ് കൃഷിയുടെ ആയതുകൊണ്ട് കുറച്ച് കൊടുക്കണം എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ. പഴവർഗ്ഗങ്ങളിൽ നിന്ന് മറ്റുമൊക്കെ ആയതുകൊണ്ട് നിലവിലുള്ള വൈനിൻ്റെ അതേ റേറ്റ് തന്നെ വേണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചപ്പോൾ ആ റേറ്റല്ല, അതിനേക്കാളും കുറച്ചാലേ കൃഷിക്കാർക്ക് കുറച്ചുകൂടി മെച്ചമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഹോട്ടി വൈൻ എന്ന് പറയുന്നത് നിലവിലുള്ള വൈനിൻ്റെ താഴെ ഒരു സബ് ഹെഡിങ് പോലെ, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് ഹോട്ടി വൈൻ എന്ന് പറഞ്ഞാൽ ഇന്ന സാധനമാണ് ഹോട്ടി വൈൻ എന്ന് ചേർത്ത് കൊടുക്കുകയോ ചെയ്തത്. അപ്പോൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹോട്ടി വൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈനിൻ്റെ അതേ റേറ്റിൽ വിൽക്കാം. ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ പുതിയ ഉൽപ്പന്നം വരും. അതുകൊണ്ടാണ് അത് തീരുമാനിക്കാതിരുന്നത്. അത് എത്രയും പെട്ടെന്ന് അതുകൊണ്ട് അത് പിൻവലിക്കണം. അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. ഏതാ ഈ വീര്യം കുറഞ്ഞ മദ്യം, അത് ശ്രദ്ധിച്ചോ. വീര്യം കുറഞ്ഞ മദ്യം ഈ എക്സൈസ് നയത്തിനകത്ത് അല്ലെങ്കിൽ നിയമത്തിനകത്ത് ഇത്തരം കാറ്റഗറി പലപ്പോഴും വരാറുണ്ട്. കാറ്റഗറികളുണ്ട്. ആ കാറ്റഗറി ഉണ്ട് എന്നുള്ളതുകൊണ്ട് വിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഈ വീര്യം കുറഞ്ഞ മദ്യം ഇവർ പറയുന്ന ഈ ഉൽപ്പന്നം കേരളത്തിൽ വിൽക്കുമ്പോൾ അതിന് 251% ടാക്സ് ആണെന്നേ ഉള്ളൂ. ധാന്യങ്ങളൊഴികെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം എന്ന പോയിന്റിൽ നോക്കുമ്പോൾ തന്നെ അത് വൈനും ഹോട്ടി വൈനും വരും. ധാന്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നതിനകത്ത് ഒരു കാര്യം ബിയറാണ്. പക്ഷെ കൂടുതലും അതിൽ നിൽക്കുന്ന ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആൽക്കഹോളിൽ നിന്നുണ്ടാക്കുന്ന മദ്യമാണ്. ജനറലി ഈ ധാന്യങ്ങളൊഴികെയുള്ള മറ്റുൽപ്പന്നങ്ങളിൽ, ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചോളം വരും, അരി വരും, നെല്ല് വരും, ഗോതമ്പ് വരും, എല്ലാം വരും, ബാർലി വരും. അതിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് എന്ന നിലയിൽ മറ്റ് പ്രൊഡക്റ്റുകളാണ്. പഴങ്ങൾ വരും, ഈവൻ പച്ചക്കറിയുടെ പല ഉൽപ്പന്നങ്ങൾ വരും. ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ വൈനിൻ്റെയൊക്കെ കാറ്റഗറി വരുന്നതാണ്. നമ്മൾ ആ സമയത്തെ പറഞ്ഞിരുന്നത് അതാണ്. അതേസമയം പോളിസിക്കകത്ത് ഇതൊക്കെ എഴുതിയാലും ഹോട്ടി വൈൻ ഹോട്ടി വൈൻ ആണ് ഇന്നത് എന്ന് തീരുമാനിച്ചതിന് ശേഷമാണല്ലോ അതിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ മറ്റേ വൈൻ മാത്രമേ പറ്റുള്ളൂ. അത് തീരുമാനിച്ച് റേറ്റ് നിശ്ചയിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. റേറ്റ് നിശ്ചയിച്ചില്ലെങ്കിൽ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ റേറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ മാത്രമേ വിൽക്കാൻ പറ്റൂ. ഇപ്പോൾ വിൽക്കാം. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാം. ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിൽക്കുമ്പോൾ റേറ്റ് മേടിക്കേണ്ടത് 251 ആണ്. ആ 251 കുറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇത് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് 120ക്ക് വിൽക്കാം. 121 ആണെന്ന് 121 വിൽക്കാം. അറിഞ്ഞില്ല യുഡിഎഫിന്റെ നയം ഇതല്ല എന്നാണ്. അപ്പോൾ
ഞങ്ങൾ ഈ ഒരു ഗവൺമെൻറ് വന്ന് 1 മാസം ആയുള്ളൂ എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർ നന്നായി ആലോചിച്ച് ചെയ്തു വരട്ടെ എന്നുള്ളത് കൊണ്ടാണ് അത്തരം വിമർശനങ്ങളിലേക്ക് പോകാത്തത്. പക്ഷേ ആ വിമർശനങ്ങളെല്ലാം വരുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കൂട്ടുത്തരവാദിത്വമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ക്യാബിനറ്റ്, മന്ത്രിസഭയിലെ അംഗങ്ങൾ അവർ പരസ്പരം കാര്യങ്ങൾ ആലോചിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുന്നണി എന്ന നിലയിൽ ആ മുന്നണിയുടെ നയങ്ങളിലും പ്രധാനമാണ്. മന്ത്രിമാർ മാത്രം MLA മാത്രം ഉണ്ടാവുന്നതല്ല. ഒരു പാർട്ടിയും മുന്നണിയും അവരുടെ ടീം UDF എന്ന് പറയുന്നത് UDFൻ്റെ ആകെ നയങ്ങളോട് ചേർന്നാണല്ലോ. ആ നയങ്ങൾക്ക് തന്നെ ഒരു യോജിപ്പില്ല എന്നുള്ളതല്ലേ ഇപ്പോൾ വരുന്നത്. ഇതുമല്ലാതെ PM ശ്രീ വിഷയം വന്നു. 2 വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിയമസഭയിൽ തന്നെ UDFകാരുടെ വാദം ഉണ്ടായിരുന്നു. അദ്ദേഹം ചർച്ച ചെയ്ത ചില അംഗങ്ങൾ അവരുടെ ഡിഫൻസ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഡിഫൻസൊക്കെ അതിനകത്ത് എത്രത്തോളം UDFനകത്ത് പ്രശ്നമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. PM ശ്രീ വിഷയത്തിനകത്ത് അതിപ്പോൾ ഈ വിഷയത്തിനകത്ത് കൂടുതൽ പറയേണ്ടതല്ല എന്നുള്ളതുകൊണ്ടേ പറയാത്തത്. ഇതിലൊന്നും കൂട്ടായ യോജിച്ച ഒരു നയവും തീരുമാനവും ഇല്ല. ക്യാബിനറ്റിനകത്ത് പോലും പരസ്പരം ഈ കാര്യത്തിനകത്ത് ധാരണയില്ലായ്മയുടെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ കൂട്ടായ ധാരണയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ ഒരു വാക്കിന് വേണ്ടി, വാക്കാണല്ലോ ഏറ്റവും പ്രധാനം, ആ വാക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ന്യായമായ വിമർശനങ്ങൾ ഉന്നയിച്ചാലും അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല ഇവർ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ന്യായമായ വിമർശനം ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. നമ്പറല്ല തീരുമാനിക്കുന്നത്. 102 പേരും 35 പേരും ആവാം. ഇനി ഇതിനകത്തില്ലാത്ത ഒരാൾക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ? പറയുന്നത് ആരായാലും, അത് പത്രപ്രവർത്തകരായാലും മറ്റുള്ളവരായാലും, ആര് പറയുന്നതിനകത്തും അല്പമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്ന നിലയിലേക്ക് കേൾക്കാൻ തയ്യാറാവുന്നത് വളരെ പ്രധാനമാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒന്നും കേൾക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ശരിയായ സമയമല്ല. അത് മന്ത്രിസഭയ്ക്കകത്തൂടെ വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ നയം ഞങ്ങളുടെ ഇതല്ല എന്ന് എക്സൈസ് മന്ത്രിക്ക് പറയേണ്ടി വന്നു എന്നുള്ള ചിത്രം. അത് വളരെ പ്രധാനമാണ്. ഞാൻ പാർട്ടികൾ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന അഭിപ്രായക്കാരൻ തന്നെയാണ്. പാർട്ടിയും മുന്നണിയും. ഇപ്പോൾ LDFൻ്റെ ഒരു നയം, അതിനൊരു പ്രകടന പത്രികയുണ്ട്, അതിനൊരു നയമുണ്ട്. ആ നയത്തെ സംബന്ധിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ, ചില വകുപ്പിനകത്ത് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം ചർച്ച ചെയ്ത് ധാരണയാക്കി പോകണം. ഇപ്പോൾ ഭരണത്തിലുള്ളത് UDF ആണ്. UDFൻ്റെ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ആ കാര്യത്തിനകത്ത് യോജിപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഘടകകക്ഷികളുടെ സ്ഥിതി എന്താവും? അപ്പം നയം അവർ നെഹ്റുവിയൻ സോഷ്യലിസം അതെടുത്ത് കളഞ്ഞു. ഇതിനകത്ത് പ്രൈവറ്റൈസേഷൻ നിങ്ങൾക്കറിയാം, പിന്നെ നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ ആശയങ്ങളൊന്നും ബഡ്ജറ്റിലില്ല. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ എത്രയോ കാലമായി പറയുന്നതാണല്ലോ മദ്യത്തിൻ്റെ കാര്യത്തിനകത്തെയും മറ്റ് നയങ്ങളുടെ കാര്യത്തിനകത്തൊക്കെ ഉള്ളൊരു സമീപനം. അതിനകത്ത് പ്രധാനപ്പെട്ട മന്ത്രിമാർക്ക് പോലും സംശയം നിൽക്കുന്നു എന്നുള്ളത് ചിത്രം വ്യക്തമാക്കുന്നു. പാർട്ടി അറിഞ്ഞു കാണത്തില്ല എന്നുള്ളതിന് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് അവരുടെ പാർട്ടി നേതാക്കന്മാരാണ് പറയുന്നത്. അറിഞ്ഞു കാണത്തില്ല എന്നൊക്കെ അവർ പറയേണ്ടതാണ്. പക്ഷെ അത് ജനങ്ങളുടെ മുന്നിൽ ഇപ്പം നിൽക്കുകയാണ്. എന്തായാലും ഇക്കാര്യം സംബന്ധിച്ച് പറ്റിയ ഒരു പോരായ്മ, തെറ്റ് തിരുത്താൻ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തയ്യാറാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ആ കാര്യത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ടതിനകത്ത് ഒരു പോരായ്മ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണല്ലോ ആ ഒപ്പിട്ടത് ഇപ്പം നടപ്പാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റൂ. ഞങ്ങളത് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ പറയുകയല്ല, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. സുപ്രീം കോടതി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ BJP ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല, കാരണം കേരള ഗവൺമെൻറ് ഇത് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും സുപ്രീം കോടതി കൊടുത്ത കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പോഴും ശ്രമിക്കുകയാണ്. ഞങ്ങൾ 3-4 സ്റ്റേറ്റുകളുടെ കാര്യം പറഞ്ഞു. കർണാടകം, ഹിമാചൽ പ്രദേശ്, മുമ്പ് രാജസ്ഥാൻ, കോൺഗ്രസ് ഭരിച്ച സ്റ്റേറ്റുകളാണ്. തെലുങ്കാന, ഈ സ്റ്റേറ്റുകളെല്ലാം PM ശ്രീ ഒപ്പിട്ടു. ഞങ്ങൾ അന്നും പറഞ്ഞെന്താ, PM ശ്രീ വഴി കേരളത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ കുറവ്. ആ സിറ്റീസ് PM ശ്രീ മാത്രം നടത്തിയ, കാരണം നമ്മുടെ ബിൽഡിങ്ങും മറ്റുമൊക്കെ വന്നു. പക്ഷെ നമ്മുടെ പ്രശ്നം, നമുക്ക് കിട്ടാനുള്ള SSK ഉൾപ്പെടെ ഒരൊറ്റ പണവും തരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് PM ശ്രീയിലെ സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമയത്ത് പറഞ്ഞത്. പക്ഷെ അവിടെ ഒപ്പിട്ടപ്പോൾ
അതിനകത്ത് ആ ഒപ്പിട്ട് മുന്നോട്ട് പോകേണ്ട, അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല, ഞങ്ങളിപ്പോൾ അത് നടപ്പിലാക്കുന്നില്ലെന്ന് ഉടൻ തന്നെ, ഒരു മാസം എടുത്തില്ല, അതിനു മുമ്പ് തന്നെ അന്നത്തെ സെക്രട്ടറിമാരൊക്കെ മാറുന്നില്ലല്ലോ. ഈ ഗവൺമെൻറ് ആയാലും ആ ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ് IAS ഉദ്യോഗസ്ഥർ അവർ തന്നെയാണ്. അവർ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെന്ന നിലയിൽ അവർ ചെയ്യേണ്ട കാര്യം അവർ രണ്ട് ഗവൺമെൻറ് കൂടെ ചെയ്യണം. ഇവിടുന്ന് കത്തയച്ചു. അന്ന് വാസുകി IAS ആണ് എഡ്യൂക്കേഷൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. അവർ തന്നെ കത്തയച്ചു. 1-2 കത്ത് അക്കാര്യത്തിനെ സംബന്ധിച്ച് പോയി. നിങ്ങൾക്ക് ആ കത്തിൻ്റെയൊക്കെ കോപ്പി ഉള്ളതാണ്. ആ സമയത്ത് തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അന്നേരം ഒപ്പിട്ട്, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴാണോ കേരളത്തിലെ നികുതിയും കൂടെ പിരിച്ചുകൊണ്ട് പോയിട്ടാണ് കേന്ദ്രം ഈ പണമൊക്കെ ചെലവാക്കുന്നതെന്ന് മനസ്സിലായത്? ഇവിടെ ശ്രീ VD സതീശൻ അദ്ദേഹം നേരത്തെ പ്രസംഗിച്ച വീഡിയോ നിങ്ങളുടെ ഉണ്ടല്ലോ. പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന വരാൻ പോകുന്നു, ഇതിനൊക്കെ വലിയ അഴിമതി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് പോലെ ഞങ്ങൾ ഓരോ കാര്യത്തിലും പറയാത്തതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ രീതിയിൽ പറയാത്തതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ലോ, ആ വീഡിയോ ഉണ്ടല്ലോ, വലിയ അഴിമതിയാണെന്ന് അദ്ദേഹമല്ലേ പറഞ്ഞത്. ഏത് കാര്യത്തിലും അങ്ങനെ പറയുന്നൊരു ശീലമല്ലേ അവരെടുത്തത്. ഞങ്ങളങ്ങനെ പറയുന്നില്ലല്ലോ. ഞങ്ങളങ്ങനെ ഓരോ കാര്യത്തിലും പറയുന്നേ ഇല്ല. ഞങ്ങൾ ഇക്കാര്യത്തിനകത്ത് പരിശോധിക്കണം, നിങ്ങളത് പിൻവലിക്കണം, ഇത് നടപ്പിലാക്കണമെന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഏത് അല്ല, അത് അദ്ദേഹം പറഞ്ഞതിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഇപ്പം അവരാണ് നടപ്പിലാക്കിയത്. അതിപ്പോൾ പറയേണ്ട കാര്യം അദ്ദേഹം ഇവിടെ ഞാൻ ഈ കാര്യം പിൻവലിക്കണമെന്ന് പറയുന്നുള്ളൂ. ഇത് നിർബന്ധമായി നടപ്പിലാക്കണമെന്നുള്ള നിർബന്ധം ആർക്കാണ്? അതുകൊണ്ടാണല്ലോ അന്ന് കഴിഞ്ഞ ദിവസം ശ്രീ MP രാജേഷ് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്നു. അദ്ദേഹം ഡിസ്റ്റിലറി നിയമം അനുസരിച്ച് പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തപ്പോൾ നേരെ ചോദിച്ചത് എന്താ, എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്നല്ലേ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇവിടെ വരുമ്പോഴും ഞങ്ങളങ്ങനൊന്നും പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞതൊക്കെ ഒരു റെക്കോർഡും പോവില്ല. വേണമെങ്കിൽ അന്നേരം പറഞ്ഞ് നമുക്ക് തീർക്കാം, പ്രസംഗത്തിനകത്ത് അപ്പോൾ വാദിച്ച് തോപ്പിക്കുകയും ചെയ്യാം. പക്ഷെ എല്ലാ രേഖയും കിടക്കുകയല്ലേ, എല്ലാ രേഖകളും കിടക്കുകയല്ലേ. കുഴൽനാടൻ പറയുന്നത് നിങ്ങൾക്ക് പിന്നെ കുഴൽനാടൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അസംബ്ലിയിൽ. നെഗോഷിയേഷൻ്റെ കാര്യമൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകാനല്ല. പക്ഷേ ഇത് നടപ്പിലാക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്ത്, അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അത്രയെങ്കിലും അംഗീകരിക്കുക. ഇങ്ങനൊരു കാര്യം വരുമ്പോൾ അത് നടപ്പിലാക്കുന്നില്ല, ഈ ഒരു പ്രശ്നം കൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് തീരുമാനിച്ചാണല്ലോ ഞങ്ങൾ. അത് നടപ്പിലാക്കാതെ ഇരിക്കുകയാണല്ലോ ചെയ്തത്. ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇലക്ഷൻ കഴിയുന്നവർ പിന്നെ നടപ്പിലാക്കിയോ? കാരണം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറഞ്ഞാൽ എന്താ, ഇതിൽ നല്ല റവന്യൂ വരും. കാരണം പുതിയൊരു സെറ്റാണ്. ഇപ്പോൾ ഉള്ള കുടിക്കുന്ന ആളുകളല്ല കുടിക്കുന്നത്. പുതിയൊരു സെക്ഷൻ കുടിയന്മാരെ നമുക്ക് സൃഷ്ടിക്കാം. ലൈറ്റ് കുടി എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും തൂഫാൻ എന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ചോദിച്ച പോലെ ലൈറ്റായിട്ടുള്ളത് തൂഫാൻ എന്ന് പറഞ്ഞാൽ തൂഫാൻ ഇല്ലല്ലോ. ഇപ്പോൾ തൂഫാൻ നടക്കുകയാണല്ലോ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ. അപ്പം ലൈറ്റായിട്ട് കുടിക്കുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വരുമാനം കിട്ടും. അങ്ങനെ ലൈറ്റായിട്ട് കുടിക്കുന്ന ആളുകളെ സൃഷ്ടിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതൊരു അപകടകരമായ കാര്യമാണ്. അത് തീരുമാനിച്ചുകൊണ്ടാണ് ഇതിന് അനുവാദം കൊടുക്കാഞ്ഞത്, നികുതി നിശ്ചയിക്കാഞ്ഞത്. അല്ല, വീര്യം കുറഞ്ഞ മദ്യം അങ്ങനെ തുറന്നു വെച്ചല്ല. വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഒറ്റ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്, ബഡ്ജറ്റിൽ പറഞ്ഞത്. അത് ഫ്രൂട്ട്സിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ളതാണ്. അത് തന്നെ 2 വർഷം എടുത്ത പ്രോസസ്സ്. സബ്ജക്ട് കമ്മിറ്റി വന്ന് റേറ്റൊക്കെ ആക്കാൻ. അത് അവസാനം ആ റേറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ ധാരാളം ചർച്ച ചെയ്തതിന് ശേഷം ഇത് വൈനിൻ്റെ അതേ റേറ്റ് മതി തീരുമാനിച്ചു. കാരണം വൈനിനേക്കാൾ റേറ്റ് കുറയ്ക്കാം. കുറച്ച് കൃഷിക്കാർക്ക് അത് ഗുണമുണ്ടാവും. ഇപ്പോൾ 50% 60% ആക്കുന്നിരിക്കട്ടെ. പക്ഷെ ഇതിൻ്റെ പേര് വലിയ തോതിൽ മദ്യം വന്നാലോ? അതുകൊണ്ട് വൈനിൻ്റെ അതേ റേറ്റ് അതിന് വെച്ചുള്ളൂ. അല്ല, എക്സൈസ് വകുപ്പല്ല, ധനവകുപ്പ്, ടാക്സ് വകുപ്പാണ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. പോളിസിയാണെന്നുള്ളൂ. അപ്പോൾ ധനവകുപ്പ് അതിന് ഈ ഞങ്ങൾ എക്സൈസ് മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും എല്ലാം ഉള്ള കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ, ആ കമ്മിറ്റിയുടെ സബ്ജക്ട് കമ്മിറ്റിയുടെ ചെയർമാൻ, കോ ചെയർമാനുമാണ്. ചെയർമാൻ, കോ ചെയർമാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കമ്മിറ്റിയാണ്. പിന്നെ അവസാനം ഞങ്ങൾ റേറ്റ് വന്നിട്ട് കുറച്ച് താമസിച്ചു. അപ്പോൾ ഈ കൃഷിക്കാരെപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് എന്താ നടക്കാത്ത, നിയമം അനുസരിച്ചല്ലേ അതിൻ്റെ സ്റ്റെപ്പ് എടുത്താലേ നടക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഹോട്ടി വൈൻ എന്ന് പറഞ്ഞൊരു ഹെഡ് അതിനകത്തുണ്ട്. നിങ്ങൾ നോക്കേണ്ട ഹോട്ടി വൈൻ എന്ന് വൈൻ്റെ താഴെ എഴുതി ചേർത്തിട്ടുണ്ട്. മറ്റേ ജനറൽ കാറ്റഗറി എത്രയോ കാര്യങ്ങളിൽ കേരളത്തിൽ നടക്കാത്ത പല കാര്യങ്ങൾക്കും നമ്മുടെ GSTയിൽ ജനറൽ ഹെഡുണ്ട്. ഇവിടെ റേറ്റ് നിശ്ചയിച്ചാൽ മാത്രമേ അത് റേറ്റ് നിശ്ചയിച്ച് ഇവിടെ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ മാത്രമേ അത് നടക്കുള്ളൂ. GSTയിൽ അങ്ങനെ പല റേറ്റുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള ചില ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നമ്മൾ വിൽക്കുന്നില്ല. GST ആണെപ്പോൾ. അല്ല, ആ പ്രോസസ്സിനകത്ത് നമ്മളത് കൊടുക്കാൻ തയ്യാറായില്ല. അപേക്ഷയുണ്ട്. അല്ല, അപേക്ഷ ഉള്ളതിനകത്ത് റേറ്റ് നിശ്ചയിച്ചില്ലെങ്കിൽ അവർക്ക് വിൽക്കാൻ പറ്റില്ല. അവർക്ക് വിൽക്കാം,
നമുക്ക് കേരളത്തിൽ മദ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിലുള്ള ഐറ്റം അവർ വിൽക്കുന്നതിനും തടസ്സം പറയാൻ പറ്റത്തില്ലെന്ന് വെച്ചോളൂ. കാരണം 251% വിൽക്കാം. വിദേശ മദ്യത്തിൻ്റെ ആണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഫോറിൻ ലിക്വർ, പിന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫോറിൻ ലിക്വറുണ്ട്. നമ്മുടെ ഫോറിൻ ലിക്വർ എന്നൊക്കെ പറഞ്ഞാൽ ഫോറിൻ ലിക്വർ ഇന്ത്യൻ മെയ്ഡുണ്ട്, ഫോറിൻ ലിക്വർ ഫോറിൻ മെയ്ഡുണ്ട്. ഫോറിൻ ലിക്വർ ഫോറിൻ മെയ്ഡിന് ഇവിടുത്തെ ടാക്സിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ ഫോറിൻ ലിക്വർ ഫോറിൻ മെയ്ഡ് വലിയ തോതിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തോ എക്സൈസ് ഡ്യൂട്ടി കൊടുത്താൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഇതിനകത്ത് 251 ആണ് ഇന്ത്യൻ ഫോറിൻ ലിക്വർ ഇന്ത്യൻ മെയ്ഡ്. അതിനകത്ത് വരും ഇതൊക്കെ. കാരണം എന്താ, അല്ലെന്ന് ഇത് ഞാൻ പറഞ്ഞത് ആൽക്കഹോളിക് ഡ്രിങ്ക്സിനകത്ത് വരുന്ന ഫോറിൻ ലിക്വർ എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയിൽ കൺട്രി ലിക്വർ എന്ന് പറഞ്ഞ പണ്ടുണ്ടല്ലോ, ചാരായം ഇല്ലെങ്കിലും IMF ഇന്ത്യൻ അതേപോലെ ഇന്ത്യൻ മെയ്ഡ്, അതാ കറക്റ്റാണ്. ഇത് അറിയാവുന്നവർ പറഞ്ഞില്ല. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, അത് കറക്റ്റ്. IMFL ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറയുന്ന ആ ഫോറിൻ ലിക്വർ എന്ന് പറഞ്ഞാൽ വിദേശത്തുണ്ടാക്കുന്നതല്ല. എനിക്കൊന്ന് അതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ വെച്ചിട്ടുള്ള ഫെർമെൻറ്റേഷനൊക്കെ ഓരോന്നിനുള്ള രീതിയിലാണ്. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ഉണ്ട്. സാധാരണ എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറയും. അപ്പോൾ ഇപ്പോഴീ 251 വിൽക്കാം. റേറ്റ് കുറഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അനുമതി വേണ്ട. നിലവിൽ ഈ ആൽക്കഹോളിക് സ്പിരിറ്റ് ചേർത്ത്, സ്പിരിറ്റിൽ നിന്ന് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനകത്ത് ബ്രാൻഡി, വിസ്കി, മറ്റൊക്കെ ഫ്ലേവറുകളൊക്കെ ചേർത്ത് വിൽക്കുന്നതിന് അതിനൊരു നിയമം ഉണ്ടല്ലോ. ആ നിയമം 251 ആണ്. അവിടെ ഇങ്ങനൊരു ഐറ്റം ഇതിനകത്ത് 5% വരെ, 0.5% മുതൽ 5% വരെ അല്ലെങ്കിൽ 20% വരെ എന്നുള്ള ഒരു കാറ്റഗറി വരുന്നത് വിൽക്കുന്നതിന് പുതിയ റേറ്റ് ഇട്ടാൽ മാത്രമേ അത് ആ റേറ്റ് വിൽക്കാൻ പറ്റൂ. അല്ല വൈനുണ്ട്. അപ്പം കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വരുന്നതിന് മാർക്കറ്റ് കിട്ടാൻ വേണ്ടി ആലോചിച്ചപ്പോൾ ഹോട്ടി വൈൻ എന്നുള്ള പേരിട്ടിട്ട് ഹോട്ടി വൈന് വൈൻ്റെ താഴെ അതേ റേറ്റിൽ തന്നെ ചേർത്തു. അത് വൈനാണ്. ഏതാ 84 എൻ്റെ ഓർമ്മ. 84 86 തോന്നുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ, ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഇവിടെ അവരൊക്കെ പറഞ്ഞു തരും. ഞാനിപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇതെന്തായാലും ഇത് പിൻവലിക്കണം എന്നുള്ളതാണ്.